ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് താൻ മരിച്ചാൽ പൂർണ്ണ ഉത്തരവാദി ബാലയെന്നും മരിക്കും മുമ്പ് നീതി കിട്ടണമെന്നും എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാവരും ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഈ ഫേസ്ബുക്ക് വീഡിയോയിൽ ഇവരുടെ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രി കിടക്കയിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിലാണ് ഈ എലിസബത്ത് ഉദയൻ ജോലി ചെയ്യുകയും ചെയ്യുന്നത്. കൃത്യമായ വീഡിയോയിൽ എന്താണ് സംഭവിച്ചതെന്നോ എവിടെയാണുള്ളതെന്നോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല, ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി, പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ, എനിക്ക് ഭയങ്കരമായ വിഷമമാകുന്നുണ്ട്, ഇപ്പോൾ ഇതൊക്കെ പറയണമെന്ന് തോന്നി എന്ന് പറയുന്നുണ്ട്. മാസത്തിൽ 2 തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി, എനിക്ക് മതിയായി, കേസ് കൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ തോന്നുന്നു, ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു എലിസബത്ത് ഉദയൻ. എനിക്ക് ഇതുവരെയും സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കേസ് കൊടുത്തിട്ട് ഒരു നടപടിയും എടുക്കാത്തതിൽ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പോലീസിനും പരാതി കൊടുത്തിരുന്നു. പക്ഷെ ആരും എന്റെ പരാതി കാര്യമാക്കിയിട്ടില്ല. ഇപ്പോൾ കേസുമായി കോടതിയിൽ നടക്കുന്നുണ്ട്. കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നിട്ടില്ല. ഒടുവിൽ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത, അതായത് ബാലയ്ക്ക് തീരെ പണമില്ലാത്ത ആളാണെന്നാണ് കോടതിയിൽ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. 250 കോടി പണമുള്ള ആളാണ് ഈ പണമില്ലാത്തതെന്ന് പറയുന്നതും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളതെന്ന് ഈ വീഡിയോയിൽ പറയുന്നു. ഒപ്പം തന്നെ സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും തന്റെ സ്റ്റേറ്റ്മെന്റും എല്ലാം പരിശോധിക്കാം. ഞാൻ മരിക്കുകയാണെങ്കിൽ ഇയാൾ എന്നെ ചതിച്ചത് കാരണമാണ്, എന്നെ അയാൾ ശാരീരികമായി ഉപദ്രവിച്ചു, മാധ്യമങ്ങളിൽ എന്നെ അപകീർത്തിപ്പെടുത്തി, അയാൾ മാത്രമല്ല അയാളുടെ കുടുംബവും തന്നെ ഉപദ്രവിച്ചു എന്നും ഈ ബാലയുടെ മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ബാലയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്താണ് എലിസബത്തിന് സംഭവിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമില്ല. ഇപ്പോൾ ഈ ഇറക്കിയിരിക്കുന്ന വീഡിയോ മാത്രമാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ അവർ എന്തെങ്കിലും അസുഖങ്ങൾ വേട്ടയാടിയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിലായതാണോ എന്നുള്ളതെല്ലാം ഇനി വരുന്ന മണിക്കൂറുകളിലെ വ്യക്തമാവുകയുള്ളൂ.